ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവൂട്ടിയെ ദേവിയുടെ അടുത്ത് കിടക്കാൻ വിടില്ല എന്നും പറഞ്ഞ് ഒരേ വാശിയിലാണ് അപ്പു. കൊച്ചാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാനാണ്, എനിക്ക് അമ്മയടുത്ത് പോകണമെന്നും പറഞ്ഞിട്ട്. അവസാനം നിവൃത്തിയില്ലാതെ ഹരി വന്ന് പറയുന്നുണ്ട്, നീ എന്തിനാ അപ്പു ഇങ്ങനെ വാശി കാണിക്കുന്നത്? മോളെ അങ്ങ് വിട്, ഏട്ടൻ്റെ അടുത്ത് പോയി കിടക്കണമെങ്കിൽ കിടന്നോട്ടെ, നീ എന്തിനാ വാശി കാണിക്കാതെ? ആഹാ, ഹരി എന്താ ഈ പറയുന്നത്? എനിക്ക് വാശി ഞാൻ കാണിക്കുന്നതാണല്ലേ പ്രശ്നം? ഇവിടെ മറ്റാർക്കും ഇല്ലല്ലേ? കുറച്ച് വാശി കാര്യങ്ങളൊക്കെ ചെയ്താൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റൂ. ഇപ്പം തന്നെ കണ്ണൻ കണ്ടില്ലേ, കണ്ണൻ്റെ വാശിയിൽ ഒറ്റ വാശിയിൽ നിന്നത് ഇത്രയും പ്രാവശ്യം പൈസ കൊടുത്തിട്ട് അവൻ വാങ്ങിച്ചോ? അവന് നേടാനുള്ളത് അവൻ ചോദിച്ച് വാങ്ങുന്നത് കണ്ടില്ലേ? അങ്ങനെ തന്നെ ആവണം. എന്നിട്ട് നിൻ്റെ മുഖത്ത് നോക്കി എന്താ അവൻ പറഞ്ഞത്? നല്ലൊരു ജോലി കിട്ടിയിട്ട് പോലും പോവാതെ കൃഷ്ണ സ്റ്റോറിൽ കെട്ടിപ്പിടിച്ച് കിടക്കുകയാണെന്ന്. നാണമില്ലല്ലോ ഇതൊക്കെ കേൾക്കാനായിട്ട്? ഇതൊക്കെ കേട്ടിട്ട് എൻ്റെ തൊലി ഉരിഞ്ഞു പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ കാണിക്കണം. ഇനി എന്തൊക്കെ തന്നെയായാലും ഞാൻ ഇനി ഇവളെ അങ്ങോട്ട് വിടില്ല. അവളെ അച്ഛൻ്റെയും മമ്മിയുടെയും ഡാഡിയുടെയും കൂടെ കിടന്നുറങ്ങിയാൽ മാത്രം മതി എന്ന് പറയാൻ കേട്ടോ. അവസാനം മോളെ വാശി പിടിപ്പിക്കല്ലെന്ന് പറയാണ് ഹരി. നിനക്ക് നല്ല വാശിയുണ്ടല്ലോ, അതുപോലെ തന്നെ മോക്കും എന്നിങ്ങനെ ഹരി പറയുമ്പോൾ, ഇനി എന്തൊക്കെ ഹരി പറഞ്ഞാലും ശരിയല്ല, ഞാൻ അവളെ അങ്ങോട്ട് വിടത്തില്ല. ഇനി നമ്മൾ എന്തെങ്കിലുമൊക്കെ വളർന്ന് വലുതായാലും നമ്മൾ പറയുന്നതിന് ഒരു വില അവൾ വെക്കണമെങ്കിൽ ഇപ്പോഴേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. അതാണ് ഞാനിപ്പോൾ ചെയ്തത്. അങ്ങോട്ട് കയറി കിടക്കടി അങ്ങോട്ടെന്നും പറഞ്ഞ് കൊച്ചിനെ വരട്ടാനായിട്ടോ കൊച്ചു അവസാനം പേടിച്ച് കയറി കിടന്ന് ഉറങ്ങുന്നുണ്ട്. ദേവിയാണെങ്കിൽ മുറിയിൽ ഒരേ കണ്ണീരും കരച്ചിലും ഒക്കെയാണ്. കൊച്ചിനെ കാണാത്ത കാരണം പണ്ട് കൊച്ചു കിടന്ന് കുഞ്ഞായിരുന്നു അപ്പോൾ കരയുമ്പോൾ അപ്പം തന്നെ അപ്പു പറയുന്ന, അയ്യോ ദേവി എടുത്തി എന്താ മോള് കരച്ചിൽ നിർത്താത്തതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുമ്പോൾ ദേവി എടുത്തുകൊണ്ട് വെളിയിൽ കൊണ്ടുപോയി നക്ഷത്രങ്ങളെയൊക്കെ കാണിച്ച് ഉറക്കുമായിരുന്നല്ലോ. എപ്പോഴും ദേവി ഉറക്കുമ്പോഴാണല്ലോ കുഞ്ഞ് കരച്ചിലൊക്കെ നിർത്തി ഉറങ്ങുന്നത്. അതൊക്കെ ദേവി ഇങ്ങനെ ആലോചിക്കുന്നുണ്ടോ. കൊച്ചിനെ കുളിപ്പിക്കുന്നതും പൊട്ട് തൊടിക്കുന്നതെല്ലാം ദേവി തന്നെയാണല്ലോ വളർത്തിയത്, പ്രസവിച്ചത് അപ്പു ആണെങ്കിലും. അപ്പോഴാണ് ബാലനെ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ ദേവിയെ സമാധാനിപ്പിക്കുന്നുണ്ട്, നീ എന്തിനാ ഇങ്ങനെ കരയണേ? നീ സമാധാനപ്പെടുന്നത്. നാളെ രാവിലെ ആകുമ്പം അപ്പു ഈ പറഞ്ഞതെല്ലാം തിരിച്ചെടുക്കും. അപ്പുവിൻ്റെ സ്വഭാവം നമുക്കറിയില്ല, എത്ര നേരത്തേക്കാണ് വാശി, ഇതൊക്കെ നമ്മൾ എത്ര കണ്ടതാ. നീ നോക്കിക്കോ ദേവെത്തി, ഞാൻ പറഞ്ഞു നിനക്ക് എന്നോട് മാപ്പ് തരണം എന്നൊക്കെ പറഞ്ഞ് നാളെ തന്നെ അവളെ ഇങ്ങോട്ട് പറഞ്ഞു ഇവിടെ സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങുക എന്ന് പറയുമ്പോൾ, അങ്ങനെയല്ല ബാലേട്ട, ഞാനല്ലേ അവളെ വളർത്തിയതും ഇത്രത്തോളം ആക്കിയതും, അവൾ എൻ്റെ നെഞ്ചിലെ ചൂടറിഞ്ഞല്ലേ അവൾ വളർത്തിയതും, എങ്ങനെ തോന്നണേ ഈ അപ്പു ഇങ്ങനെ എന്ന് പറയുമ്പോൾ ബാലൻ പറയും, നീ അവളാണ് പ്രസവിച്ചതെങ്കിലും വളർത്തിയതും ഒക്കെ ദേവി തന്നെയാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, സമാധാനമായിട്ട് കിടന്നുറങ്ങും, നാളെ രാവിലെ ആവട്ടെ എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ നമ്മളെ ദേവൂട്ടിക്കാണെങ്കിൽ ഉറക്കമേ വരുന്നില്ല. അച്ഛൻ്റെയും മമ്മിയുടെയും ഡാഡിയുടെയും ഇടയിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഉറക്കം വരുന്നില്ല. അവസാനം രണ്ടുപേരും ഉറങ്ങിക്കഴിയുമ്പം പാവം പതുക്കെ എണീറ്റിട്ട് കസേര വലിച്ചെടുത്ത് ഡോറിൻ്റെ അവിടെ കൊണ്ടിട്ടിട്ട് അതിൻ്റെ പുറത്ത് കയറി നിന്ന് കതകിൻ്റെ കുറ്റി ഇളക്കണം. എന്നിട്ട് പതുക്കെ ഓടിപ്പോയി ബാലൻ്റെ മുറി ചെന്ന് തട്ടാൻ കേട്ടോ. അപ്പോൾ ദേവി പറയുന്നുണ്ട്, ബാലേട്ട ആരോ വാതിൽ തട്ടുന്നുണ്ടെന്ന്. അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ നമ്മളെ കുഞ്ഞു ദേവൂട്ടി വന്ന് അച്ഛാ അമ്മയെന്ന് വിളിച്ചിട്ട് ഓടി വരാൻ കേട്ടോ. ഇത് കണ്ട് ദേവിക്കും ബാലന് നല്ല സന്തോഷമാവാൻ കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട്, അച്ഛാ കഥ കടച്ചോ? അവിടെ അമ്മയും അച്ഛനൊക്കെ ഡാഡിയും മമ്മിയൊക്കെ നല്ല ഉറക്കത്തിലാണ്, പെട്ടെന്ന് തന്നെ കഥ കടയ്ക്കുമെന്ന് പറയണം. അങ്ങനെ കഥ കടച്ച് അവർ ഭയങ്കര സന്തോഷത്തിൽ കിടന്ന് ഉറങ്ങണം കേട്ടോ. ദേവിക്കും മനസ്സമാധാനമായി. കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ഒന്ന് തിരിഞ്ഞ് കിടക്കാൻ വേണ്ടി നോക്കുകയാണ് അപ്പു നോക്കുമ്പോൾ കൈയെടുത്ത് വെക്കുമ്പോൾ അവിടെ കാണുന്നില്ല ദേവൂട്ടിയെ. ഉടനെ ചാടി എണിച്ച് ഹരിയെ വിളിച്ചുണർത്താണ്. ഹരി എണീക്ക്, നമ്മുടെ ദേവൂട്ടിയെ കാണാനില്ല എന്ന് പറയും. കാണാനില്ല, അവളെവിടെ പോകാനാ? ഇവിടെ നിന്ന് എണീറ്റ് അവിടെ ആയിരിക്കും പോയത് എന്ന് പറയാണ്. ലൈറ്റ് ഇട്ടിട്ട് പറയുന്നുണ്ട്, ദേ കണ്ടില്ലേ കുറ്റി എടുത്തിരിക്കുന്നതാ, കസേര വലിച്ച് നീക്കിയിട്ടിട്ട്. അവളപ്പോൾ നമ്മൾ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു വില കൽപ്പിച്ചോ നോക്ക്. ഇടി എന്തിനാ ഈ പാതിരാത്രി അവൾ അവിടെ പോയി കിടക്കണമെങ്കിൽ കിടക്കട്ടെ എന്ന് ചോദിക്കുക. അങ്ങനെയല്ല, ഈ ഒരു അനുസരണയില്ലായ്മ ചോദിക്കണമല്ലോ എന്നും പറഞ്ഞുകൊണ്ട് നേരെ പോകാൻ കേട്ടോ. ഹരി എത്ര പിടിച്ച് നിർത്തിയിട്ടും അപ്പോൾ തയ്യാറാവുന്നില്ല. അപ്പോൾ നേരെ ചെന്ന് ദേവിയുടെ മുറി ചെന്ന് തട്ടുകയാണ്. അപ്പോൾ വീണ്ടും ആരോ ഡോറ് തട്ടുകയെന്നും പറഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി നോക്കുമ്പോൾ അപ്പോൾ ചോദിക്കുന്നുണ്ട്, ദേവുട്ടി എന്തിയെ? എൻ്റെ മോളെന്തിയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ട് കിടക്കുക എന്ന് പറയുമ്പോൾ, ആഹാ ഇവിടെ വന്നില്ലേ അവൾ, എനിക്ക് തോന്നി ഇങ്ങോട്ട് തന്നെയാവും വരും. എൻ്റെ മോൾ ഇങ്ങോട്ട് ഇറങ്ങി ഇവിടെ വന്നപ്പോൾ ഒന്ന് അറ്റ്ലീസ്റ്റ് അവിടെ ഒന്ന് പറയായിരുന്നല്ലോ മോൾ ഇവിടെ വന്നു എന്ന്. ഞങ്ങളിവിടെ കിടന്ന് ഇങ്ങനെ അന്വേഷിക്കുമായിരുന്നു. അപ്പോഴത്തേക്കിനും ബാലിന് ചെറുതായിട്ടും ദേഷ്യം. ബാലൻ ചോദിക്കുന്നത്, എന്താ അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ എന്നൊക്കെ പറയുന്നത്? ഇത്രയും നാൾ അങ്ങനെയല്ലല്ലോ, ദേവൂട്ടി ഇവിടെ സ്ഥിരം കിടക്കാറുള്ളല്ലേ, പിന്നെ എന്തിനാ ദൂരെ അങ്ങോട്ടൊന്നും അല്ലല്ലോ പോയത് ഇത്രയ്ക്ക് പറയാനായിട്ട്, നീ എന്താ ഇങ്ങനെ? ഇപ്പം അതെ ഞാൻ അങ്ങനെയൊക്കെ തന്നെയാണ്, ഇറങ്ങി വാ ദേവൂട്ടി ഇങ്ങോട്ട്, നീ ഇവിടെ കിടക്കണ്ട, നിൻ്റെ ഡാഡിയുടെയും മമ്മിയുടെയും മാത്രം നീ കിടന്നാൽ മതി. അപ്പം ദേവൂട്ടി ഒരേ കരച്ചിലില്ല, ഞാൻ വരില്ല, അച്ഛൻ്റെ അമ്മയുടെയും കൂടെ കിടക്കത്തുള്ളൂ, പറ അച്ഛാ പറ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അവസാനം ദേവൂട്ടി അടിക്കാനായിട്ട് കയ്യോങ്ങാണ്.
ഇത് കണ്ടപ്പോൾ ദേവി പറയുന്നുണ്ട്, അപ്പു കുറേ സമയമായി, ഞാൻ ക്ഷമിക്കുന്നു, കുറച്ച് ദിവസം കൊണ്ട് ഞാൻ കാണുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നമ്മൾ എന്തെങ്കിലും നിന്നോട് ചെയ്തോ, അല്ലെങ്കിൽ തന്നെ ഇനി നീ അവളെ അടിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ നിന്നെ ശരിയാക്കി, എൻ്റെ മോളെ നീ തൊട്ട് പോകരുതെന്ന് ദേവി പറയാനിട്ട് ഉടനെ അപ്പു പറയുന്നുണ്ട്, എൻ്റെ മോളോ, ഇത് നിങ്ങളുടെ മോളല്ല, ഇത് എൻ്റെ മോളാണ്, ഞാൻ നൊന്ത് പ്രസവിച്ച എൻ്റെ മോള്, പിന്നെ നിങ്ങൾ രണ്ടുപേരും അച്ഛാന്നോ അമ്മയെന്നൊക്കെ വിളിപ്പിച്ച് അതെൻ്റെ ഔദാര്യം മാത്രമാണ്, അല്ലാതെ നിങ്ങളതങ്ങ് അവകാശമാക്കി എടുക്കുകയെന്ന് വേണ്ട, എൻ്റെ സ്വന്തം മോളാണ് അവൾ, ഞങ്ങളാണ് അവളെ വളർത്തേണ്ടത്, അവൾ ഞങ്ങളെ കൂടെ തന്നെയാണ് കിടക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ആകെ എല്ലാവരുടെയും മനസ്സ് തകർത്തിട്ടാണ് അപ്പു കൊച്ചിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നത് കേട്ടോ. ഇത് കേട്ട് ബഹളം കേട്ട് ഓടി ഹരി അവിടെ എത്തി. അതിൻ്റെ തൊട്ട് പിന്നാലെ ശിവനും അഞ്ജലിയും അയ്യോ എന്ത് പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരികയാണ്. അപ്പോൾ ഹരി പെട്ടെന്ന് അപ്പുവിനോട് പറയണം, നീ കൊച്ചിനെ വിട്ടേ, അവിടെ ബാലേട്ടനോട് കിടക്കുന്നെങ്കിൽ കിടക്കട്ടെ, വിടാനല്ലേ അപ്പു പറഞ്ഞെന്ന് പറഞ്ഞ് ചെന്ന് പിടിക്കണതും ഹരിയുടെ കൈയിനെയൊക്കെ തട്ടി മാറ്റണം കേട്ടോ അപ്പു. എന്നിട്ട് പറയുന്നത്, ഹരി നീ വെണ്ടി പോവരുത്, ഇവളവിടെ കിടക്കണ്ട, ഇനി മുതൽ അവളുടെ മമ്മിയുടെയും ഡാഡിയുടെയും മാത്രം കിടന്നാൽ മതി, അവൾക്ക് നമ്മളാണ് അച്ഛനും അമ്മയൊക്കെ, അല്ലാതെ വേറെ ആരും അല്ല ഇവിടെ എന്നൊക്കെ പറയണം. അപ്പോൾ ഉടനെ അപ്പു അഞ്ജലി ചോദിക്കുന്നുണ്ട്, എന്താ അപ്പു നിനക്ക് ഭ്രാന്ത് പിടിച്ചോ, എന്താ ഈ കാണിക്കുന്നത്? അതെ എനിക്ക് ഭ്രാന്താണ്, ഇവിടെ എല്ലാവർക്കും അതാണല്ലോ, അപ്പോൾ പിന്നെ ഞാനെൻ്റെ എന്തിനാണ് കുറയ്ക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെ ചാടിക്കണം കേട്ടോ. അവസാനം ദേവി പറയുന്നുണ്ട്, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെ നീ ഇങ്ങനെ കാണിക്കാനും പ്രവർത്തിക്കാനും മോളെ നമ്മളിൽ നിന്ന് അകറ്റി മാറ്റാനും ഒക്കെ ഇത്രയ്ക്കും വേണ്ടി ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത് പറ, എല്ലാം അറിവില്ലാതെ എന്തെങ്കിലും നമ്മൾ നിന്നോട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിൻ്റെ കാല് പിടിക്കാം അപ്പു എന്ന് പറയണം. കുഞ്ഞിനെ ഇങ്ങനെ കരയിപ്പിക്കില്ലെന്ന് പറഞ്ഞിട്ട് ദേവി ചെന്ന് കാലി പിടിക്കാൻ പോവാണ് കേട്ടോ അപ്പുവിൻ്റെ. അത് കണ്ട് പെട്ടെന്ന് ബാലന് സങ്കടമാവണം. ബാലൻ പെട്ടെന്ന് ദേവിന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. ദേവിന്ന് വിളിച്ചിട്ട് കണ്ണ് കാണിക്കാൻ കേട്ടോ. അങ്ങനെ ദേവി പിന്നെ ഒന്നും മിണ്ടുന്നില്ല. ഇത് ഉടനെ അപ്പു ദേഷ്യത്തിൽ കൊച്ചിനെയും വലിച്ചും കൊണ്ട് ഒറ്റ പോക്കങ്ങ് പോവാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല, ആർക്കും ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാണ്ടായിരിക്കുകയാണ്. അവസാനം ദേവി പൊട്ടിക്കരഞ്ഞിട്ട് അകത്ത് കയറി പോവാണ് കേട്ടോ. അപ്പോഴത്തേനും ശിവനും അഞ്ജുവും ആകെ സങ്കടത്തിൽ ബാലനെ ഇങ്ങനെ നോക്കുകയാണ്. ബാലനും എന്ത് ചെയ്യാൻ പറ്റും ദേവിയുടെ സങ്കടത്തിൽ. അവസാനം എല്ലാവർക്കും സങ്കടമാണല്ലോ കുഞ്ഞിനെ ഇങ്ങനെ ഇത്രത്തോളം പറയാനും വേണ്ടിയിട്ട്. അങ്ങനെ ബാലനകത്ത് കയറി പോകുമ്പോൾ അഞ്ജുവും ശിവനും കൂടെ വളരെ സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.